ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വ്ളോഗ് തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കൂല, കാരണം എന്നും കാണുന്ന ബരബരക്കാണ് എൻ്റെ വ്ളോഗിലുള്ളത്. ആൾക്കാർ മാത്രമാണ് എൻ്റെ വ്ളോഗിലുള്ളത്. കണ്ണൻ്റെ ശാപം. പക്ഷെ നമുക്കൊരു അടിപൊളി വ്യൂ കാണിച്ചത് ഗൈസ്. നമ്മൾ എണീറ്റ് വരുമ്പോഴത്തേനും ഇതുപോലെ സ്നോ. ഓ, അതല്ലേ നമ്മളെ ചർച്ച്, ക്രിക്കറ്റ് ചർച്ചൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ എത്ര ഉള്ളൂ. നമ്മൾ എണീറ്റ് വരുമ്പോഴത്തേന് സ്നോ, പിന്നെ വലിയ സ്വന്തമായിട്ട് വീട്, പുറത്തൊരു ചെറിയ കാറ്, ചായ കുടിക്കാനും ഒരു സർവൻ്റ് ആൾ വരിക, ഭംഗിയുള്ള ഭാര്യ, പിന്നെ നല്ല കൂട്ടുകാരെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ നല്ല കുറച്ച് എബോ ആവറേജ് ആയി ജീവിക്കണം. ആവറേജ് ആയിട്ട് ജീവിക്കരുത്, എബോ ആവറേജ് ആയിട്ട് ജീവിക്കണം. അതിന് പട്ടിപ്പണി എടുക്കണം. കാരണം എൻ്റെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ആവറേജ് മനസ്സിലാവും. പക്ഷെ എനിക്കൊരു എബോ ആവറേജ് ലൈഫ് വേണം. കൊടിച്ചെന്നാ ജീവിക്കണം. ഞാനും അൻവറും കണ്ടിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഫേമസ് ആകുമ്പോൾ അപ്പോഴും ദൈവം ഉണ്ടാവില്ലേ അൻവറെ? അടുത്തതായി നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി നോക്കണം. നമ്മൾ രാവിലത്തെ എണീച്ചിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്, കറണ്ട് മാത്രമല്ല എല്ലാം നോക്കണം. നമ്മൾ ഇതിൽ സൂമിങ് ഇല്ല ഗൈസ്, എല്ലാം നോക്കുക. അപ്പുറത്തെ വീട്ടിൽ ആരൊക്കെ എണീച്ചോ, അവരെന്താ ചെയ്യണ്. ഗൈസ് എല്ലാം ഹാപ്പി ആയിട്ട് പോകുമ്പോ നമുക്കിങ്ങനെ കണ്ണടി കിട്ടും. അതുകൊണ്ടാ തോന്നുന്നത്. ഇന്നലെ മറ്റേ സാധനത്തിന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തോറില്ലേ, അതേപോലെ ഞാനത് എടുത്ത് ഇങ്ങനെ കളിച്ചതാ. അപ്പതാ ചെത്തിന് പോയി ഗൈസ്. അത് കുറച്ച് ആഴത്തിൽ എത്തിപ്പോയി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ബ്ലഡ് നിൽക്കുന്നില്ല. കണ്ടില്ലേ, ബ്ലഡ് നിൽക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു 4-5 ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ബ്ലഡ് തോത്തിക്കൊണ്ടിന്ന് കെട്ടി വെച്ചിട്ട് അവസാനം ഇതാ ഒന്ന് നിന്നിട്ടുണ്ട്. അപ്പൊ കഴിച്ച് നമ്മളിന്ന് പല്ലേച്ചിട്ട് നമ്മൾ നേരെ പോകണത് അടിയിൽ പോയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ചായ. അപ്പോൾ ആ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ പോണത് നമ്മളെ ടൂറിസ്റ്റിന് പിക്ക് ചെയ്യാനാണ്. ടൂറിസ്റ്റിന് പിക്ക് ചെയ്തിട്ട് വേണം, ഒരു കഴിഞ്ഞിട്ടും അറിയില്ല, അവർ മഞ്ഞിൽ ഇപ്പോഴും തുള്ളി കളിക്കുന്നുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ പെനോരമ കഴിഞ്ഞ് സബാദൂരിയിൽ അടിപൊളി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിബിലിസിലെത്തിയിട്ട് നമ്മൾ കടന്ന് ഉറങ്ങും ഗൈസ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കുറേ പേര് നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നമ്മളെ പറ്റിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പേഴ്സണൽ ലൈഫ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളല്ലാതെ ഒരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഇടും. നമുക്ക് അതിനുള്ളൊരു എന്താ കിട്ടിയിട്ടില്ല, ടൈം കിട്ടിയിട്ടുള്ള ഗൈസ്. അപ്പോൾ ടൈം കിട്ടുമ്പോൾ നമ്മളതൊരു വീഡിയോ ആക്കിയിട്ട് ഇടും. എന്നെ പറ്റിയിട്ടും എൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പം ഞാനിപ്പോൾ ഗൈസ് അൻവറിന്റെ കുറെ കോമഡി ആളുണ്ട്. അൻവർ ആദ്യം പാൻറ് ഇട്ടപ്പോ അണ്ടർവെയർ ഇട്ടിട്ടില്ല. ഇത് അണ്ടർവെയർ ഇട്ടിട്ട് ഷൂ ഇട്ടിക്കണ് പൊട്ടൻ. അപ്പൊ പാൻറ് ഇട്ടിട്ടില്ല. ഇങ്ങനത്തെ കുറെ മന്ദബുദ്ധികളൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത്. വെറുതെ പറഞ്ഞോ, ഭയങ്കര ബുദ്ധിമാനാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം താല്പര്യമുള്ളവര് ഇവനായിട്ട് സമീപിക്കാതിരിക്കുക. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ്. ന്യൂ ഇയറിന് നമുക്ക് ഏതാനും കുറച്ച് ഷോർട്ട് എടുക്കാൻ പറ്റില്ല, പറയണ കേൾക്കണ്ടോ അറിയില്ല. അപ്പൊ നമ്മളെ കൂടെ നമ്മൾ ടൂറിസ്റ്റ് കൊണ്ടുള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രീം ആഘോഷങ്ങൾ പറ്റൂല. നമ്മൾ അവരോട് കെയറിംഗ് പാട് ചെയ്യണം. അപ്പൊ ഗായ്സ് ന്യൂ ഇയർ കാണാം.